അയ്യോ 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 വിട് വിട് അയ്യോ പിടിവിട് അയ്യോ വിട്. എന്നെ കണ്ടപ്പോ നീ എന്താ പറഞ്ഞ? ഈ ഏരിയയിലുള്ള എല്ലാവരും എന്നെ കണ്ട പേടിക്കും. നീ എന്റെ മേലെ കൈവെക്കും അല്ലേ? എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. വാ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവനായിട്ട്? അതെന്താന്ന് വെച്ചാ സാർ, ഞാൻ വഴി കൂടെ പോകുമ്പോ പാനിപ്പൂരി കഴിച്ചോണ്ടിരിക്കായിരുന്നു. സാർ പാനിപൂരി അല്ല പേൽപൂരിയാ. അത് നിനക്കെങ്ങനെ അറിയാം? പക്ഷെ ഗോവിന്ദ കഴിക്കാറുള്ളത് ബേൽപൂരി അല്ലേ? ബേൽപൂരിയാണ് കഴിച്ചത്? അതെ മോളെ, ഗോവിന്ദ ബേൽപൂരിയാ കഴിച്ചേ. ശരി, ബേൽപൂരി എന്ന് തന്നെ വെച്ചോ. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഞാൻ വഴി കൂടെ പോകുമ്പോ ബേൽപൂരി കഴിച്ചോണ്ടിരിക്കായിരുന്നു. ഈ പെരട്ട കിളവനെ ഞാൻ വഴിയിൽ തന്നെ കണ്ടതാ. അവൻ കൈ എടുത്തിട്ട് എന്റെ ബാക്കിലടിച്ചു സാർ. ഞാൻ അവനെ നേരെ 2 എണ്ണം പൊട്ടിച്ചു. എന്നിട്ട് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. എന്താടാ, നീ എന്തിനാടാ ഈ പയ്യന്റെ ബാക്കിലടിച്ചത്? പയ്യനല്ല സാർ, ഞാൻ പെണ്ണാണ്. പെണ്ണോ? കാണാൻ പയ്യനെ പോലെ ഉണ്ടല്ലോ. എന്റെ സ്റ്റൈൽ അങ്ങനെയാണ് സാർ. സാർ ഇവള് റീൽസ് ചെയ്യുന്നവളാ. റീൽസ് എന്ന് പറഞ്ഞ ഈ മൊബൈലിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നില്ലേ അവളാ. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ. അപ്പൊ പറയടാ, നീ എങ്ങനെയാ അവളുടെ ബാക്കിലടിച്ചേ? ഞാൻ വഴിയരികിലൂടെ നടക്കുകയായിരുന്നു. ഞാൻ ബേൽപൂരി തിന്നുകയായിരുന്നു. ഇത് പോലീസ് സ്റ്റേഷനാ, നിന്റെ അച്ഛൻ്റെ വീടല്ല. ഞാൻ പറയുന്ന വരയ്ക്കും അനങ്ങാതെ നിന്നോണം. ഇപ്പൊ പറ, നീ എങ്ങനെയാ അവളുടെ ബാക്കിലടിച്ചത്? ഞാനിങ്ങനെ നടക്കുകയായിരുന്നു, പിന്നെ ബേൽപൂരി കഴിച്ചു. പിന്നെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ ഇങ്ങനെ അടിച്ചു പോയി. കണ്ടില്ലേ സർ, ഇതുപോലെ തന്നെയാണ് അവൻ നേരത്തെയും ചെയ്തത്. ഞാൻ 2 എണ്ണം കൊടുത്തു കരണത്ത്. എന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ അവൻ്റെ ബാക്കിലടിച്ചേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്താ സാർ ഇത്? പറ്റില്ല പറ്റില്ല, ഞാൻ ഇയാളുടെ ബാക്കിലൊന്നും അടിക്കില്ല. എനിക്കൊരു മര്യാദയുണ്ട് സർ. അപ്പൊ നീ എന്തുകൊണ്ടെന്നാ പറയുന്നത്? നോക്ക് സർ, നേരിട്ട് തന്നെ പറയാം. സാർ 2 എണ്ണം ഇവനിട്ട് കൊടുക്കുന്നത് കാണാതെ ഞാൻ ഇവിടം വിട്ടു പോകില്ല സർ. യാദവ്, സാർ നീ ഒരു കാര്യം ചെയ്യും, ഈ പയ്യൻ്റെ കംപ്ലൈന്റ് എഴുതി വാങ്ങും. പെണ്ണാ സാർ. ഈ പെണ്ണിന്റെ കംപ്ലൈന്റ് എഴുതി വാങ്ങും. പിന്നെ ഇവനെ സെല്ലിലേക്ക് കൊണ്ടുപോയി നല്ല 4 പെട കൊടുക്കും. നടക്ക്. ഒന്നിൽ കുറച്ച് ഉപ്പും ഒന്നിൽ കുറച്ച് സാലഡ് ഇട്ട് തന്നേക്ക്. ശരി സാർ, അപ്പൊ ഞാൻ പോവാണ്. എടാ മരത്തലയാ, നീ ഇപ്പോഴും ചെറുപ്പമാണെന്നാണോ നിന്റെ വിചാരം? വഴി കൂടെ പോകുന്ന പെമ്പിള്ളേരുടെ ബാക്കിലടിക്കോടാ നീ? ഇല്ല സാർ, ഞാൻ അവിടെ പിന്നിൽ അടിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ അവൾ എന്താ പറഞ്ഞിട്ട് പോയത്? ഞാനൊരു നപുംസകമാണ് സാർ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. പിന്നെ നീ നേരത്തെ എന്താ പറഞ്ഞത്? അതെന്താന്ന് വെച്ചാ, ആദ്യമായിട്ടാണ് സുന്ദരി പെൺകുട്ടിയുടെ പിൻഭാഗത്ത് ഞാൻ കൈ കൊണ്ട് അടിച്ചത്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനായി. അങ്ങനെയാണോ? എന്താ ഒരു വ്യൂ അല്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ വീടിന്റെ ടെറസ് അടിപൊളിയാ. എന്റെ വീട്ടിലെ ടെറസില് രാത്രിയില് നല്ല സുഖാണോ. നീ എപ്പോ വേണമെങ്കിലും വന്നോ. എന്റെ വീട്ടിന്റെ ടെറസില് നമുക്ക് അടിച്ച് പൊളിക്കാടോ. എന്നോട് ഞാൻ മുന്നേ പറഞ്ഞല്ലേ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്. നിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവനോട് പോയി. അവൻ നമ്മുടെ സുരേഷ്, അവനറിയില്ലേ, ഓടിപ്പോയി. അവൻ എന്നോട് ബ്രേക്കപ്പ് ചെയ്തു. ആരുടെ കൂടെ ഓടിയത്? അവൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയാ ഒളിച്ചോടി പോയത്. നീ അതൊക്കെ വിട്ടേക്കടാ. നീ ഇത് പറഞ്ഞേ, നിന്റെ ആ ഗേൾ ഫ്രണ്ട് ഇപ്പൊ എവിടെയാടാ? ചുമ്മാ എന്റെ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ അത് വേറെ സ്റ്റോറിയാടാ. ഒന്ന് പറയടാ. അതെന്താ പറയാന്ന് വെച്ചാ, ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഡേറ്റിങ്ങിന് പോയി. നല്ല മഞ്ഞ് വീഴുന്ന രാത്രിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിലായിരുന്നു. വണ്ടി നിർത്തിയിട്ടപ്പോ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനും അവളുടെ അടുത്തേക്ക് പോയി. അവളും കുറച്ച് ചേർന്നിരുന്നു. ഞാനും ക്ലോസായി. അവൾ റൊമാൻറ്റിക്കായി വന്നു. ഞാനും അപ്പോൾ അങ്ങനെയായി. റൊമാൻറ്റിക് ക്ലോസ്, റൊമാൻറ്റിക് ലുക്ക്. അതിനുശേഷം എന്താടാ പറ്റിയത്? അത് പറയടാ. എടാ, അതിനുശേഷം എന്താ പറ്റിയത്? നീ അത് പറയടാ. അതിനുശേഷം നടന്ന എന്താന്ന് വെച്ചാ അത് പറയാൻ പറ്റില്ലടാ.
ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, നീ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, നീ കൊണ്ടുവാ. അയ്യോ, ഇതെന്താ ഡാൻസിങ് കാറോ? അയ്യോ, നന്നായിട്ട് ആടുന്നുണ്ടല്ലോ. എന്താ വേണ്ടേ? അയ്യോ, ഐറ്റം നല്ല വളവളാന്നുണ്ടല്ലോ. ഏയ്, തനിക്ക് എന്താ വേണ്ടേ? മോനെ, സിഗരറ്റ് ഉണ്ടോ? സിഗരറ്റ്? സിഗരറ്റ് ഒന്നുമില്ല, വേറൊരു കാര്യമുണ്ട്, അത് വേണോ? അയ്യോ, ഇവൻ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തോട്ട് പോണ പോലെ ഉണ്ടല്ലോ. കാറിനുള്ളിൽ പെണ്ണിന്റെ കൂടെ ഇരുന്ന് നല്ല ജോളിയായിട്ട് എൻജോയ് ചെയ്യല്ലേ. എന്നിട്ട് നീ എൻ്റെ അടുത്ത് വലിയ വർത്തമാനമൊന്നും പറയണ്ട കേട്ടോ, മനസ്സിലായോ? ശരിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് നിന്റെ അച്ഛന്റെ പ്രായം വരും. എന്റെ പേര് ഷെഹൻഷാ. എടോ, താനൊന്ന് പോകുന്നുണ്ടോ? ആ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ എല്ലാ കാര്യങ്ങളും കാറിലാണോ ചെയ്യുന്നേ? എന്താന്ന് വെച്ചാൽ എനിക്ക് കാറ് വലിയ ഇഷ്ടമാണ്. ഓ, അങ്ങനെയാണോ? അപ്പോ എന്നെയാണോ കാറിനെയാണോ കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാ നീ ആരെ സെലക്ട് ചെയ്യും? ഞാൻ ഇവളായിട്ടുള്ള കാര്യം അവസാനിച്ചെന്ന് തോന്നുന്നത്. ഞാൻ കാറ് സെലക്ട് ചെയ്യും. പിന്നെ ആ രാത്രിക്ക് ശേഷം അവൾ എന്നെ കാണാൻ വന്നില്ല, ഞാനും അവളെ കാണാൻ പോയില്ല. അപ്പോ നിന്റേതും പോയല്ലേടാ? നിനക്കും ബ്രേക്കപ്പായി, എനിക്കും ബ്രേക്കപ്പായിടാ. അതായത് 2 ബ്രേക്കപ്പിനപ്പുറം ഒരു പാച്ചപ്പ് നല്ലതാടാ.